ഇപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ വന്ന് ഇത് കണ്ടിടത്തോളം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലെ എൻട്രൻസ്, സൈഡിൽ കൂടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാർക്കിങ്ങിലേക്ക് വരണ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ റോഡ് നിങ്ങൾക്ക് കാണാം. ഈ റോഡിലൂടെ വാഹനം കയറിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇത് ഇട്ടേക്കുന്നത്. എന്നാൽ നമുക്ക് ഒരുപാട് തിരക്കുള്ള സമയങ്ങളിൽ, നല്ല സീസൺ ആയിരിക്കുന്ന സമയങ്ങളിൽ കസ്റ്റമേഴ്സ് റഷ് ചെയ്യുകയും ഒരുപാട് വണ്ടികൾ ഒരേ സമയത്ത് വന്ന് കയറുകയും ചെയ്യുമ്പോൾ ഒരു വണ്ടിക്ക് പുറകിൽ ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം വന്ന് വണ്ടി പാർക്ക് ചെയ്ത കസ്റ്റമർ ആദ്യം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടാവും. ആ കസ്റ്റമർ ആയിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യമേ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴത്തേക്കും അതിനുശേഷം പോയ ആളുകളായിരിക്കും പിന്നെ അതിന്റെ പുറകിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം വരുന്ന കസ്റ്റമർ എന്ത് ചെയ്യും, അവരുടെ വണ്ടി എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും. കാര്യം ബാക്കിലത്തെ ഈ രണ്ട് വണ്ടി മാറ്റാതെ ആ മുന്നിൽ കിടക്കുന്ന വണ്ടി എടുക്കാൻ മേലാത്തൊരു സിറ്റുവേഷൻ വരും. ഈ സിറ്റുവേഷനിലാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രൈവർ സർവീസ് കൊടുക്കുന്ന, ഒരു പാർക്കിംഗ് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പ്രസക്തി ഉള്ളത്. അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു 2-3 പാർക്കിംഗ് സ്പേസ് നോക്കി ആ ബിൽഡിങ്ങിന്റെ രീതികളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ എത്ര ആൾക്കാർ വരുന്നു, ഏകദേശം എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എത്ര സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതും അതിന്റെ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീസൺ ടൈമിൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രൈവേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാം. നമുക്കൊരു സീസണിൽ അപ് ടു 10 to 100 സ്റ്റാഫിനെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര റഷുള്ള ടൈമിൽ നമുക്ക് ഒരു ഏത് ബിസിനസ് സ്ഥാപനം, എത്ര തിരക്കുള്ള സ്ഥാപനത്തിനാണെങ്കിലും നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. അതുകൊണ്ടുള്ള ഇന്നെഫക്റ്റുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഇങ്ങനെ ഒത്തിരി പാർക്ക് ചെയ്ത് കസ്റ്റമേഴ്സ് ഇങ്ങനെ കുറെ നേരം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടും, പിന്നെ ചിലപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി കയറാനായിട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ എന്ത് ചെയ്യും, തിരക്ക് കാരണം അവിടുന്ന് ചിലപ്പോൾ തിരിഞ്ഞ് അടുത്തൊരു ബിസിനസ്സിലേക്ക് അല്ലെ വേറെ സ്ഥലത്തേക്ക് ചിലപ്പോൾ അല്ലെ പോയിട്ട് പിന്നെ വരാന്നുള്ളൊരു നിലയ്ക്ക് അവർ ചിലപ്പോൾ അത് അന്നേരം ആ ഷോപ്പിംഗ് എന്നുള്ള പോയിന്റ് ചിന്തിച്ചിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാപനത്തിലോട്ട് അല്ലെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ വാഹനം ഇടാൻ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ എന്നാൽ പിന്നെ ആട്ടെ എന്ന് മനസ്സിൽ കരുതി നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനും ഇതിനകത്ത് ആ ഒരു ബിസിനസ്സും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സ്റ്റാഫിനെ ഒരു സീസൺ ടൈമിൽ നമ്മൾ നമ്മുടെ ഒരു വീലേഴ്സ് ഹബ് പോലത്തെ ഒരു പ്രൊഫഷണൽ കമ്പനിന്ന് അപ്പോയിന്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, പിന്നെ ഈ ക്ലയൻസ് വരുമ്പോഴത്തേക്ക് അവരുടെ വണ്ടികൾ കൃത്യമായിട്ട് പാർക്ക് ചെയ്യുകയും ഒരു വണ്ടി ഇറക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ അല്ലെ അത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒരാൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയും ബാക്കി 2 കസ്റ്റമറുടെ താക്കോൽ എവിടെ അല്ലെങ്കിൽ ആ വണ്ടി എങ്ങനെ മാറ്റും എന്നുള്ള ഒരു കൺസേണും ഡിഫിക്കൽറ്റിയും ഒന്നും ഉണ്ടാകാതെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ വണ്ടി ഫ്രണ്ട് എൻട്രൻസിൽ വരുമ്പോൾ തന്നെ ഒരു ഡ്രൈവർ അത് അറ്റൻഡ് ചെയ്ത് ആ വണ്ടിനെ കൊണ്ട് ഇവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുകയും ആ കീ നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം 2 വണ്ടി ഇനി അതിന്റെ പുറകെ വന്നാൽ പോലും നമുക്കിവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് 2 ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ 3 ഡ്രൈവേഴ്സ് വന്ന് ആദ്യത്തെ വണ്ടിയിൽ ഒരു ഡ്രൈവർ കയറുകയും രണ്ടാമത്തെ 2 വണ്ടികളിലും 2 ഡ്രൈവേഴ്സ് വേറെ കയറുകയും ചെയ്താൽ വളരെ ഈസി ആയിട്ട് ഈ 2 വണ്ടി പുറകോട്ട് എടുക്കുകയും ആദ്യത്തെ വണ്ടി ഇറക്കി ഗസ്റ്റിന് അവിടെ റിസപ്ഷനിൽ കൊണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ ലോബി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ എൻട്രൻസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ബൈ ഡേ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. നമ്മളത് അറിയുന്നുണ്ടോ അറിയുന്നില്ലയോ എന്ന് എനിക്കറിയത്തില്ല. വളരെ റിയലൈസ് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. ഇപ്പം ഞാൻ പറയല്ലോ, ഇത്രയും പാർക്കിംഗ് നമുക്ക് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാം. ഇത്രയും പാർക്കിംഗ് ഉള്ള ഒരു സ്ഥാപനം പോലും എന്നാ പറയുക, ഒരു തിരക്കിന്റെ സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഉള്ളത്. അപ്പോൾ തിരക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അതാണ്. പിന്നെ ഇതിന് അപ്പുറം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആരെ കൊണ്ടെങ്കിലും നമുക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു എന്നാ പറയുക, ഒരു വാഹനം കൈകാര്യം ചെയ്തത് വ്യത്യസ്തമായ വാഹനങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ വന്ന് കയറുകയാണ്. അപ്പം ഇത് ആരെങ്കിലും വന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവത്തില്ല. അത് വണ്ടികൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് പല വണ്ടിക്കും പല വ്യത്യസ്ത രീതികളാണ്. ഇപ്പോൾ ചില വണ്ടിയുടെ ഓട്ടോമാറ്റിക് ആയിരിക്കും, ചില വണ്ടിയുടെ മാനുവൽ ആയിരിക്കും, ചില വണ്ടി പ്രീമിയം കാറിന്റെ ഫീച്ചേഴ്സ് വ്യത്യാസമായിരിക്കും, ഹാൻഡ് ബ്രേക്ക് വേറെ സ്ഥലത്ത്. അപ്പൊ ഇങ്ങനെ എല്ലാ വണ്ടികളും ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വേണം നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ വീലേഴ്സ് ഹബിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എല്ലാവരും എല്ലാ വണ്ടികളും ഓടിച്ച് പരിചയമുള്ള ആൾക്കാരും ഈ കാര്യങ്ങൾ ഇതിന് മുന്നേ ചെയ്ത് പരിചയമുള്ള ആൾക്കാരും ആയതുകൊണ്ട് തന്നെ ഇതൊരു പ്രോബ്ലം ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ മുകളിലൂടെ നമുക്ക് സീനിയേഴ്സ്, നമ്മുടെ മാനേജേഴ്സ് ലെവലിലുള്ള ആൾക്കാർ വന്നിട്ട് അത് സൂപ്പർവിഷൻ ചെയ്യുകയും അതിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കൊരു പാർക്കിംഗ് ഏത് കൺസേൺ ആയിട്ട് ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലുള്ള പാർക്കിംഗ് പ്ലേസ് ആണെങ്കിലും നമ്മൾ അവിടെ ഒരു കംപ്ലൈന്റ് ഫ്രീ ആയിട്ട് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് എടുക്കാനുള്ള സൗകര്യം നമ്മുടെ കമ്പനിയിൽ നിന്ന് നമുക്ക് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്താൽ അല്ല നമ്മുടെ കമ്പനിയായിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ ആ ഡ്രൈവർ സർവീസ് അവിടെ കൊടുത്ത് ആ ഒരു പ്രോബ്ലം 100% സൊല്യൂഷൻ ഉറപ്പായിട്ട് നമുക്ക് ഉറപ്പാണ് കാര്യത്തിൽ.
ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാം നിറച്ചും ഒരു ടഫായിട്ടുള്ള പാർക്കിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു പാർക്കിംഗ് സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ച് പാർക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം, ഇപ്പോൾ ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ വേറൊരു വണ്ടി ഇവിടെ നിർത്താനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവേഴ്സ് അത് അറ്റൻഡ് ചെയ്ത് സേഫ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് ഈ വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ വേറൊരു വണ്ടി ഇനി വരുമ്പോൾ നമുക്ക് ഇടാൻ ഇടയില്ല കേട്ടോ. ഇതിപ്പോ രണ്ടാമതൊരു കാർ വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കൺജസ്റ്റഡ് ആണ്. അപ്പോൾ സേഫായിട്ട് ഓരോ വണ്ടികൾ വെച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഡ്രൈവേഴ്സാണ്. അവർ സെക്യൂരിറ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക എഫിഷ്യൻറ്റ് പാർക്കിംഗ് ആണ് നടക്കുന്നത്. ഇത് കാണാം. അപ്പോൾ ഒരു പ്രൊഫഷണൽ കമ്പനി വന്നത് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കത്. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോഴും നമുക്ക് പാർക്കിംഗ് ഇപ്പോൾ ഒരു വലിയ കൺസേൺ ആണ്. അപ്പോൾ പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ഡ്രൈവർ സർവീസ് ഹയർ ചെയ്ത് ഒരു പാർക്കിംഗ് സൊല്യൂഷനിലേക്ക് ആൾക്കാരെ ഹയർ ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. ഡീലേഴ്സപ്പ് പോലത്തെ ഒരു സ്ഥാപനം നിങ്ങൾക്ക് 24 മണിക്കൂറും ഡ്രൈവർ സർവീസും വാലറ്റ് പാർക്കിംഗ് സർവീസും എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമോ അല്ലെങ്കിൽ നമുക്കൊരു ട്രാഫിക് റഷ് ഉണ്ടാകുന്ന സമയങ്ങളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സർവീസ് യൂസ് ചെയ്യാം.